സ്നേഹാഭിവാദ്യങ്ങൾ. ആദരണീയരായ നേതാക്കളെ, ബഹുമാന്യരായ അതിഥികളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കേരളീയ പൊതുസമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. ധാരാളം സവിശേഷതകളുമായി കേരളം ഉണ്ടാകുന്നിടത്തോളം കാലം ജനമനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് ആദരണീയനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടേത്. ഞാൻ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. ഒരുപാട് അതിഥികളും പ്രഗത്ഭരായ നേതാക്കളും ജനപ്രതിനിധികളൊക്കെ ഇവിടെയുണ്ട്. ഒറ്റ കാര്യം മാത്രം നമ്മൾ ഓർമ്മിച്ചാൽ മതി. ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഒരു സമുദായത്തിൻ്റെ നേതാവായിരുന്നു. എന്നാൽ കേരളത്തിലെ മുഴുവൻ മനുഷ്യരും ജാതി മത സാമുദായിക ഭേദമന്യേ അദ്ദേഹത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. എന്നാൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അദ്ദേഹം ആദരിക്കുകയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന സാഹചര്യം കേരളത്തിലുണ്ടായി. ഇത്രത്തോളം ബഹുമാനവും ആദരവും നേടിയെടുത്ത മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ജീവിതം നമുക്കൊക്കെ ഒരു പാഠമാണ്. പൊതുപ്രവർത്തകർക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നും ധാരാളം പഠിക്കാനുണ്ട്. എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവരെയും ബഹുമാനിക്കുകയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ, സൗഹൃദത്തിൻ്റെ ഭാഷയിൽ, സമാധാനത്തിൻ്റെ ഭാഷയിൽ മാത്രം സംസാരിക്കുകയും ചെയ്ത മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്നും കേരളീയ സമൂഹത്തിന് ഒരു അത്ഭുതം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗശേഷം പാർട്ടി അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്താനായി ബൈത്തുർ റഹ്മ പോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തത്. കേരളത്തിനകത്തും പുറത്തുമായി ഏതാണ്ട് 10,000-ത്തിലധികം വീടുകൾ, 15 ലക്ഷവും അതിലധികവും ചെലവ് വരുന്ന വീടുകൾ 10,000-ത്തിലധികം കേരളത്തിലും പുറത്തുമായി പാവപ്പെട്ട കുടുംബങ്ങൾക്കായി നിർമ്മിച്ചു കൊടുത്തത്. അതുപോലെ തന്നെ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരിൽ ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങളും സാമൂഹ്യ സേവന ക്ഷേമ പ്രവർത്തനങ്ങളും നടത്തി വരികയാണ്. എല്ലാ വർഷവും മുസ്ലിം ലീഗ് കമ്മിറ്റി അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിലനിർത്താൻ സമൂഹത്തിലെ വിവിധ മേഖലകളിലെ പ്രഗത്ഭമതികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അനുസ്മരണ സമ്മേളനങ്ങൾ നടത്താറുണ്ട്. ഓരോ വർഷവും ഓരോ ജില്ലയിലാണ് നടത്താറ്. തിരുവനന്തപുരം ജില്ലയിൽ ഇത് 2ാമത് തവണയാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഈ അനുസ്മരണ സമ്മേളനം നടക്കുന്നത്. ഈ ചടങ്ങിലേക്ക് ഞങ്ങൾ ക്ഷണിച്ച മുഴുവൻ നേതാക്കളും, സാമുദായിക നേതാക്കളും മത നേതാക്കളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കൊച്ചനുജനുമായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകളാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പാത പിൻപറ്റിക്കൊണ്ട്, ആ മാർഗം മുറുകെ പിടിച്ചുകൊണ്ട് പാർട്ടിയെയും സമൂഹത്തെയും നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പാത പിൻപറ്റിക്കൊണ്ടാണ് അദ്ദേഹം നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ സ്പർദ്ധയോ സംഘർഷമോ സാമുദായിക വിദ്വേഷമോ ഉണ്ടാകാതെ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നവരാണ് പാണക്കാട് കുടുംബത്തിലെ അംഗങ്ങൾ. ആ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സമൂഹമാണ് നമ്മളുടേത്. ബഹുമാനപ്പെട്ട തങ്ങളെ നമുക്കിടയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ അതിയായ സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. ബഹുമാനപ്പെട്ട പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയും കേരളത്തിൻ്റെ പ്രഗത്ഭനായ വ്യവസായ AI വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് ഈ ചടങ്ങിൽ ആധ്യക്ഷം വഹിക്കുന്നത്. ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ സന്തത സഹചാരിയായിരുന്നു. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഓരോ ചലനത്തിലും, അദ്ദേഹത്തിൻ്റെ ഓരോ ഉത്തരവാദിത്വ നിർവഹണ ഘട്ടത്തിലും കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. തങ്ങൾ കൽപ്പിക്കുകയും കുഞ്ഞാലിക്കുട്ടി സാഹിബ് അനുസരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലൂടെയാണ് ഈ പ്രസ്ഥാനം കഴിഞ്ഞ കാലങ്ങളിൽ മുന്നോട്ട് പോയത്. ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ആദരപൂർവ്വം ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കാൻ ക്ഷണിച്ചുകൊള്ളുന്നു.
ഒരുപാട് പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്കറിയാം, ശാന്തിഗിരി ആശ്രമത്തിലെ ബഹുമാന്യനായ സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്സി, അദ്ദേഹം നമ്മുടെ എല്ലാ പരിപാടികളിലും ക്ഷണിച്ചാൽ ഒരു വിഘ്നവും കൂടാതെ സംബന്ധിക്കുന്നതാണ്. കേരളത്തിൻ്റെ മതേതര സമൂഹത്തിന് സ്വാമി നൽകുന്ന സംഭാവനകൾ ചെറുതല്ല. സ്വാമിയുടെ സാന്നിധ്യം നമ്മളെ ഏറെ ആഹ്ലാദഭരിതരാക്കുന്നു. സ്വാമിയെ ബഹുമാന പുരസ്സരം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ വികാരി ജനറൽ ശ്രീ റവറൻ മോൺ യുജീൻ എച്ച് പെരേര, നമുക്കൊക്കെ അറിയാം, ഈ തിരുവനന്തപുരം നഗരത്തിന് മാത്രമല്ല കേരളത്തിലെ പൊതുസമൂഹത്തിന് മുഴുവൻ അറിയപ്പെടുന്ന വ്യക്തിത്വമാണ് യുജിൻ പെരേരയുടേത്. അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും ജനങ്ങൾക്കിടയിൽ സൗഹാർദ്ദവും സമാധാനവും ഒക്കെ ഉണ്ടാക്കാൻ ഓടി നടന്ന് പ്രവർത്തിക്കുന്ന നേതാക്കളുടെ കൂട്ടത്തിൽ മുൻഗണനയിൽ പെടുത്തേണ്ടുന്നയാളാണ്. ബഹുമാനപ്പെട്ട ഫാദർ വികാരി ജനറലിനെ ഈ സദസ്സിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ മുഖ്യാതിഥിയായി സംബന്ധിക്കാമെന്ന് ഏറ്റിരുന്നത് കേരളത്തിൻ്റെ പ്രഗത്ഭനായ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല അവർകളായിരുന്നു. അദ്ദേഹത്തിന് കുട്ടനാട് പ്രദേശത്ത് വെള്ളപ്പൊക്ക കെടുതികൾ പരിശോധിക്കാൻ അടിയന്തരമായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ട തങ്ങളോടും കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടും ലീവ് ചോദിച്ചുകൊണ്ട് അദ്ദേഹം പോയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ സ്വാഗതം ചെയ്യുന്നു. ശ്രീ കെ മുരളീധരൻ, ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി, എക്കാലത്തും പാണക്കാട് കുടുംബത്തിലെ ഒരു അഭ്യുദയകാംക്ഷിയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ലീഡർ കെ കരുണാകരൻ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തും സഹപ്രവർത്തകനും ഒക്കെയായിരുന്നു. ശ്രീ മുരളീധരൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഏറ്റിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം അദ്ദേഹം ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ സി പി ജോൺ ഈ മണ്ഡലത്തിൻ്റെ MLA കൂടിയാണ്. ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹവും പാണക്കാട് കുടുംബവുമായും ഇപ്പോഴത്തെ തങ്ങളുമായും മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുമായൊക്കെ നല്ല ബന്ധം, വ്യക്തിബന്ധം പുലർത്തി വരുന്ന നേതാവാണ്. ശ്രീ ജോണിനെ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ സ്വാഗതം ചെയ്യുന്നു. ശ്രീ M വിജയകുമാർ, നമുക്കൊക്കെ അറിയാം, ഈ തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും പ്രഗത്ഭനായ, ഇതിൻ്റെയൊക്കെ ഒരു കാരണവരായ രാഷ്ട്രീയ നേതാവാണ്. മന്ത്രിയായും MLA ആയും സ്പീക്കറായുമൊക്കെ തൻ്റെ പ്രാഗൽഭ്യം തെളിയിച്ചതാണ്. CPIM-ൻ്റെ ഏറ്റവും പ്രഗത്ഭരായ ഉന്നതരായ നേതാക്കളിൽ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ശ്രീ വിജയകുമാർ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ സദസ്സിന് വേണ്ടി ആർദ്രവുമായി സ്വാഗതം ആശംസിക്കുന്നു. ശ്രീ കെ രാജൻ, ബഹുമാനപ്പെട്ട മുൻ റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹത്തോട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പാർട്ടിക്ക്, സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പാർട്ടിക്ക് നിറഞ്ഞ കടപ്പാടുകളുണ്ട്. നമ്മുടെ വയനാട് പ്രൊജക്റ്റ് ചില വേലികളിലും തുമ്പുകളിലുമൊക്കെ തട്ടി തടഞ്ഞു നിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പൂർണ്ണമായ സഹകരണവും പിന്തുണയും നൽകി അതിനെ മുന്നോട്ട് ഇന്നത്തെ രൂപത്തിൽ വിജയമാക്കാൻ സഹായിച്ച വ്യക്തിത്വം കൂടിയാണ് പഴയ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജനെ ഈ നിറഞ്ഞ സദസ്സിന് വേണ്ടി ആർദ്രവുമായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട KN ബാലഗോപാൽ, CPIM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം എത്തിച്ചേരാമെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ ഞാൻ കോട്ടയം ഭാഗത്തൊക്കെയാണുള്ളത്. വെള്ളപ്പൊക്ക കെടുതികൾ സന്ദർശിക്കുകയാണ്. നേരത്തെ രക്ഷപ്പെട്ടാൽ അവസാനിക്കുന്നതിന് മുമ്പെങ്കിലും ഞാൻ എത്തിച്ചേരും എന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് പാർട്ടിയുടെ ഉന്നതരായ നേതാക്കന്മാർ ഇവിടെയുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രിമാർ 5 പേരും കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കം ഈ സ്റ്റേജിൽ ഉപവിഷ്ടരായിട്ടുണ്ട്. MLA-മാർ അവരടക്കം 22 പേരും സന്നിഹിതരായിട്ടുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികൾ 27 പേരും ഇവിടെ എത്തിയിട്ടുണ്ട്. പോഷക സംഘടനയുടെ മുഴുവൻ ഭാരവാഹികളുമുണ്ട്. എല്ലാ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ഭാരവാഹികളും ഒക്കെയുണ്ട്. യോഗം നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ളതുകൊണ്ട് ആരുടെയും പേര് പരാമർശിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഡോക്ടർ MK മുനീർ സാഹിബും KPA മജീദ് സാഹിബും പാർട്ടിയുടെ ഉന്നതരായ നേതാക്കളാണ്. അവരെ ആർദ്രവുമായി സ്വാഗതം ചെയ്യുന്നു. മറ്റെല്ലാ നേതാക്കളെയും, മന്ത്രിമാരെയും MLA-മാരെയും ജനപ്രതിനിധികളെയും പാർട്ടി ഭാരവാഹികളെയും പോഷക സംഘടനാ ഭാരവാഹികളെയും എല്ലാറ്റിലും ഉപരി എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെയും ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന മറ്റെല്ലാ സുഹൃത്തുക്കളെയും ഹൃദയംഗമായി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇതിൻ്റെ ചടങ്ങിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ആദരണീയനായ കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് വിനയപുരസ്സരം അപേക്ഷിക്കുന്നു. നമ്മുടെ ഈ പ്രതാപകാലങ്ങൾക്ക് വെണ്മയുടെ കണ്ണാടിപ്പണി തീർത്ത പാണക്കാട്